ഈശോയിൽ പ്രേമുള്ളവരെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് വളരെ ഒരു അഭിഷേകത്തിന്റെ അനുഭവമാണ് കൗൺസിലിംഗ് തരുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നതിൽ കേട്ടോ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെയൊക്കെ ലൈഫ് പെർഫെക്റ്റ് ആണോ? നിങ്ങൾ റിയൽ ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇംപെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങൾ ഹ്യൂമൻ ബീയിങ്സ് ആണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇംപെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങളൊരു ദൈവമല്ല. അതുകൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു കുടുംബം എന്ന നിലയിലും ഒരു റിലേഷൻഷിപ്പ് എന്ന നിലയിലും നമ്മൾ ഇംപെർഫെക്ഷനുകൾ ഉള്ളവരാണ്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ഇത് ഞാൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞാൽ ഒരു പക്ഷേ അവരത് കേൾക്കുമായിരിക്കും, പക്ഷെ ആളുകൾക്ക് അത് മനസ്സിലാവുകയോ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുകയോ ഇല്ല. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അത് മാക്സിമം പെർഫെക്റ്റ് ആക്കിയിട്ടാണല്ലേ. കാരണം നമുക്കറിയാം ഈ വേൾഡിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. സ്പിരിച്വാലിറ്റിയിലേക്ക് ഞാൻ വന്നതിൻ്റെ ഏറ്റവും എനിക്ക് ആശ്വാസം കിട്ടിയ ഒരു കാര്യം ദൈവം എന്നെ എൻ്റെ ഇംപെർഫെക്ഷനോടുകൂടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്താൽ മാത്രമേ ദൈവം എന്നെ സ്വീകരിക്കൂ എന്നില്ല. ശരിക്കും ദൈവത്തിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ദൈവം തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിയേഷനെ സൃഷ്ടിച്ചിട്ടില്ല. ആദത്തെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ താഴെയാണ് സൃഷ്ടിച്ചത്. ദൈവത്തെ പോലെയല്ല, ദൈവം മാത്രമാണ് പെർഫെക്റ്റ്. ഹ്യൂമൻ ആയിട്ടാണ് സൃഷ്ടിച്ചത്. ആദം എല്ലാ തരത്തിലും എല്ലാ സംഗതികളും ഉള്ള ഒരാളായിരുന്നെങ്കിലും ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്തിരുന്നു ആദത്തിന്. പിന്നെ ഹവ്വായ ഉണ്ടായി. ഹവ്വ ആദത്താലും ആദം ഹവ്വായാലും കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നു. അതായത് എന്തോ ഒരു അസംതൃപ്തിയും എന്തോ ഒരു ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയും ആദത്തിൻ്റെ കാലം മുതൽ അവസാന മനുഷ്യൻ ജന്മം വരെ ഉണ്ടാകും. അത് ഇംപെർഫെക്റ്റ് ആയ ക്രിയേഷനാണ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യൻ പെർഫെക്റ്റ് ആയാൽ പിന്നെ അവൻ ദൈവമാണ്. പിന്നെ പെർഫെക്റ്റ് ആയ ദൈവം, പിന്നെ അവൻ എന്തിനാണ് ഒരു ദൈവം? ഒക്കെ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടാന്ന് കരുതിയ മനുഷ്യൻ പെർഫെക്റ്റ് ആയെന്ന് വിചാരിക്കാം. നീതിമാനേക്കാൾ കൂടുതൽ കരുണ കാണിക്കാൻ കഴിയുന്നത് പലപ്പോഴും പാപികൾക്കാണ്. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരാളറിയാം, അദ്ദേഹം അധികം തെറ്റൊന്നും ചെയ്യാത്ത കുറച്ച് നല്ലൊരാളാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു തെറ്റ് പറ്റിയെന്ന് അയാളോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത് അംഗീകരിക്കാനോ സാരമില്ലെന്ന് വയ്ക്കാനോ ഒന്നും പെട്ടെന്ന് പറ്റില്ല. പക്ഷെ അയാൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ തെറ്റുകളൊന്നും ചെയ്യുന്നില്ല. അവരനുഭവിക്കാത്ത കാര്യം എന്താണ് കുറ്റബോധം, എന്താണ് ദുഃഖം, എന്താണ് ഇങ്ങനെ ഒരു തെറ്റുപറ്റി പോയുമ്പോൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന സ്ട്രഗിളിങ്, അതിനെക്കുറിച്ചൊന്നും അവർക്ക് ധാരണയില്ല. പശ്ചാത്താപത്തെക്കുറിച്ചോ മനസ്താപത്തെക്കുറിച്ചോ എന്നും നീതിമാന്മാർക്ക് പരിചയമില്ല. അവർ നല്ലവരാണ്, അവർ നല്ലവരായിരിക്കട്ടെ, അത് നല്ല കാര്യം. പക്ഷെ ഒരു പക്ഷെ കരുണ കാണിക്കാൻ അവർക്ക് അറിയണമെന്നില്ല. അതേസമയം ജീവിതത്തിൽ തെറ്റുപറ്റി പോയിട്ടുള്ള ഒരു മനുഷ്യനോട് നമ്മൾ പോയിട്ട് പറയണം, ചേട്ടാ എനിക്കിനൊരു തെറ്റ് പറ്റിയേട്ടാ, നീ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ സാരടാ പോട്ടെ, ഇനി മേലൊക്കെ നീ അത് ചെയ്യരുതെന്ന് പറയും. ഈശോ മഗ്ദലനയോട് പറഞ്ഞത് അതാണ്, സാരമില്ല പോട്ടെ. പക്ഷെ ഈശോ മനുഷ്യരൂപത്തിലായിരുന്ന ദൈവമായിരുന്നു. മനുഷ്യരൂപത്തിലായിരുന്നത് കൊണ്ട് തന്നെ ഗെത്സമനിൽ അദ്ദേഹം രക്തം വിയർത്തിട്ടുണ്ട്. പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോൾ ശാരീരികമായ ക്ഷീണം ഉണ്ടായിരുന്നെങ്കിലും അന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യൻ ഒരു ഉപവാസത്തെ നേരിടുമ്പോൾ എന്താണ് എന്നുള്ളത് ഫിസിക്കൽ ബോഡിയിൽ ഈശോ അനുഭവിച്ചിട്ടുണ്ട്. കുരിശിൽ കിടന്നപ്പോൾ പച്ച ഇറച്ചിയിൽ തന്നെയാണ് ആണി തറച്ചത്. അപ്പോൾ അവിടെ വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ട്. ദൈവമായിരുന്നിട്ട് പോലും കുരിശിലും ഈശോയ്ക്ക് ദാഹിക്കുന്നുണ്ട്. മരിച്ചുപോയ ഒരു മകനെ ഓർത്ത് അമ്മ കരഞ്ഞപ്പോൾ ഈശോയ്ക്ക് സഹതാപം ഉണ്ടാകുന്നുണ്ട്. ലാസറിനെ ഓർത്ത് കരയുന്ന സഹോദരിമാരെ കണ്ടപ്പോൾ ഈശോയും കരയുന്നുണ്ട്. മനുഷ്യസഹജമായ എല്ലാ പ്രത്യേകതകളും ഒരു ദൈവപുത്രൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ദൈവപുത്രന്മാരാണ് ഒരു തരത്തിൽ, പക്ഷെ ഈശോയെ പോലെ അല്ലല്ലോ നമ്മൾ. പിന്നെ എന്തിനാണ് നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണമെന്ന് വാശി പിടിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സമാധാനം തരാത്ത, നിങ്ങളെ ജീവിക്കാൻ സഹായിക്കാത്ത ഒരു ആശയത്തെ നിങ്ങൾ പിന്തുടരരുത്. നിങ്ങളുടെ ശരി ചിലപ്പോൾ കേൾക്കാൻ ആളുകൾ ഉണ്ടായി എന്ന് വരില്ല. ഇവിടെ എന്നെ സഹായിച്ചതും ദൈവം തന്നെയാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, അപ്പോൾ എനിക്ക് അറിവില്ലാത്ത പ്രായത്തിൽ, എനിക്ക് മെച്യൂരിറ്റി ഇല്ലാത്ത പ്രായത്തിൽ ഞാൻ എടുത്ത ചില തെറ്റായ ഡിസിഷനുകൾ കൊണ്ട് ഇന്നും എന്നെ വേട്ടയാടുന്ന മനുഷ്യരുണ്ട് എങ്കിൽ ഞാൻ എങ്ങനെയാണ് പിന്നീട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക? ദൈവം എന്നോട് പറയുന്നത് ഇങ്ങനെയാണ്, ഞാനാണ് നിന്നെ സൃഷ്ടിച്ചത്, നീ കണക്കുകൾ ബോധിപ്പിക്കേണ്ടത് എന്നോടാണ്, മനുഷ്യനോടല്ല. എന്നെ സഹായിച്ചത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ചില സമയത്ത് നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ എത്ര പേര് നിങ്ങളെ സാരമില്ല ചേട്ടാ ഇത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാതെ നിങ്ങൾക്ക് പണം തരുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ എത്ര പേര് നിങ്ങളെ അകമഴിഞ്ഞ് സഹായിക്കാൻ തയ്യാറായിട്ട് നിൽക്കും? തിരിച്ചു ചോദിക്കാതെ എത്ര പേര് നിങ്ങളെ സഹായിക്കും? തീർച്ചയായിട്ടും നല്ല മനുഷ്യരുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾ വെച്ചിട്ട് നിങ്ങളെ വിലയിരുത്തരുത്. പെർഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ജീവിതമില്ല, അതൊരു മിത്താണ്. എനിക്ക് വളരെ ആശ്വാസമാണ് ക്രിസ്തുവിലേക്ക് വന്നത്. കാരണം എനിക്കിവിടെ ഞാനായിട്ട് ജീവിക്കാൻ പറ്റുന്നു. അതെന്തൊരു സമാധാനമാണ്. ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ പല വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടും ചിലപ്പോൾ ഞാൻ ഒരു ബലഹീനതയായിട്ടോ കുറച്ച് ഇമോഷണൽ ആവുന്നൊക്കെ, അതൊക്കെ മനുഷ്യസഹജമാണ്. നമ്മൾ എന്താണ് ഒരു പുരോഹിതനെ കാണുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഒരു പുരോഹിതൻ ഇങ്ങനെ ആയിരിക്കണമെന്ന് നിങ്ങൾക്ക് ധാരണയുണ്ട് അല്ലേ? എനിക്ക് ഒരുപാട് പുരോഹിത സുഹൃത്തുക്കളുണ്ട്. കരയുന്ന അച്ഛന്മാരെ എനിക്കറിയാം.
പിണങ്ങുന്ന അച്ഛമ്മ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായി അവർക്ക് ഭയങ്കര വിഷമോ, പിന്നെ കുറേ ദിവസത്തേക്ക് അവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്കറിയാം. ഈ വിഷമിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ട്രാൻസ്ഫർ കിട്ടി പോകുമ്പോൾ കരയുന്ന സിസ്റ്റർമാർ എനിക്കറിയാം. അവരങ്ങനെ കരയാൻ പാടില്ലാത്തതാണ്, കാരണം അത് അവരുടെ ലൈഫാണ്. പക്ഷെ അവർ മനുഷ്യരാണ്. തെറ്റായ ചിന്തകളൊക്കെ, തെറ്റെന്ന് പറഞ്ഞാൽ മാനസികപരമായിട്ട് അവർക്ക് പാടില്ലാത്തതാണ്, എങ്കിലും അത്തരം ചിന്തകളൊക്കെ വന്നു പോകുന്ന മനുഷ്യരും ഉണ്ട്. ചിലർ നിയമമൊക്കെ അവർക്ക് അറിയാം, പക്ഷെ അവർ നിയമമൊന്നും പാലിക്കാറില്ല. കരുണ കാണിക്കുന്നവരറിയാം. നിയമമല്ല വലുത്, കരുണയാണ് വലുതെന്ന് കരുതുന്ന ആളുകളുണ്ട്. പുരോഹിതന്മാരിൽ തന്നെയുണ്ട്, സിസ്റ്റർമാരിൽ തന്നെയുണ്ട്. പിന്നെ പ്രായത്തിൻ്റെ പക്വത കുറവുകൾ കൊണ്ട് അതും ഈ പുരോഹിതന്മാർക്കും ഉണ്ടാകും, സിസ്റ്റർമാർക്കും ഉണ്ടാകും. കാരണം ഒരു 15 വയസ്സിലെ ഒരു സംവിധാനത്തിലേക്ക് അവർ വരികയാണ്. ഓക്കെ, 12 വർഷം അവർക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്, എങ്കിൽ തന്നെയും അവർ മനുഷ്യരല്ലേ. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു തോന്നലിൽ ഒരു ചെറിയൊരു പാളിച്ച പറ്റിപ്പോകാതെ അവർ ഭൂമിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രീസ്റ്റ്ഹുഡ് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ചിലരൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഇത് വിട്ടുപോയാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ട്. അതൊന്നും അതുകൊണ്ട് മാത്രം അവർ കൊള്ളരുതാത്തവരാണെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം യേശു ക്രിസ്തുവിന് തന്നെ അറിയാമായിരുന്നു ക്രിസ്തു ഇവിടെ വന്നത് കുരിശുമരണം സ്വീകരിക്കാനാണെന്ന്. എന്നിട്ട് എസ്തമാൻ തോട്ടത്തിൽ ഇരുന്ന് പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീ എന്നിൽ നിന്നും എടുത്ത് മാറ്റണം. ഒറ്റ സെക്കൻഡ് ഇരുന്ന് പറയുവാണ്. കാരണം മനുഷ്യ ശരീരത്തിലാണ് ക്രിസ്തു ഉള്ളത്. പിന്നെ നമ്മൾ എന്തിനാണ് നമ്മളോട് ഇങ്ങനെ ബലം പിടിക്കുന്നത്? ഞാൻ എൻ്റെ അനുഭവം പറയാം. എനിക്കുണ്ടായ ഒരു മാനസികമായിട്ടുള്ളൊരു ആഘാതം, എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസ് മൂലം ഞാൻ ഭയപ്പെടാൻ തുടങ്ങി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വേറെ നിങ്ങളോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഭയപ്പെടാൻ തുടങ്ങിയ ഒരു 16 വയസ്സുകാരിക്ക്, ഒരു 15 വയസ്സ്, 16, 17, 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭയം ഉണ്ടാകുന്നു എന്നുള്ളതിന് ഒരു പരിഹാരം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഫാമിലിയിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ എൻ്റെ ബുദ്ധിയിൽ അലച്ചപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് കഴിയുമ്പോൾ ഒരു പാർട്ട്ണർ ഉണ്ടാവുകയാണെങ്കിൽ പുള്ളി നമ്മളെ പ്രൊട്ടക്ട് ചെയ്തോളൂ എന്നുള്ളതാണ്. വേറെ യാതൊരു തരത്തിലുള്ള ശാരീരികമായ, മാനസികമായ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല ഒരു ഏർലി മാരേജിലേക്ക് ഞാൻ പോയത്. മറിച്ച് അനുഭവിക്കുന്ന അന്ന് എനിക്ക് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. നമുക്ക് എത്ര പേർക്ക് അറിയാമെന്ന്, ഈ വില്ലേജുകളിലുള്ള എത്ര പേർക്ക് അറിയാം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്? സിറ്റിയിലുള്ളവർക്ക് അറിഞ്ഞാൽ തന്നെ അവരുടെ റെപ്യൂട്ടേഷനും ഇതും ബാധിച്ചിട്ട് അവർ ഒരു കൗൺസിലിങ്ങിന് പോലും പോകാൻ തയ്യാറാവുന്നില്ല. സോ നമുക്ക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അറിയുന്ന പോലെ നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. സോ ഞാൻ വിചാരിക്കുന്നത്, ഞാൻ അന്നത്തെ ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത സമയത്ത് ഞാൻ വിചാരിച്ചത് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ എന്നെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പം നമുക്ക് ഒരു കല്യാണം കഴിക്കാൻ സമയമാകുമ്പോൾ കല്യാണം കഴിക്കാം. അങ്ങനെയാണെന്ന് വിചാരിച്ചത്. 18 കഴിഞ്ഞ് 19 ആയപ്പോഴേക്കും, 19 പഠിക്കേണ്ട പ്രായമാണ് എനിക്കറിയാന്നേ. പക്ഷെ അന്നത്തെ ആ ഒരു മൈൻഡിൽ സെക്യൂർ ആവുക എന്നുള്ള എൻ്റെ ഉള്ളിലുള്ള എൻ്റെ മനസ്സിനെ ബാധിച്ചൊരു സംഗതിയുടെ ആഫ്റ്റർ എഫക്റ്റാണ്. ഈ ഒരു സംഗതി കൊണ്ട് ഞാൻ ഒരുപാട് പ്രതികൂലങ്ങളെ നേരിട്ടു. ആരും എന്നോട് ചോദിച്ചിട്ടില്ല മോളെ എന്താ പറ്റിയെന്ന്. ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകുമ്പോഴോ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകുമ്പോഴോ വളരെ വിരളമായിട്ട് പോലും ചിലപ്പോൾ ആളുകൾ ചോദിക്കില്ല, മോളെ എന്താണ് ശരിക്കും ഉണ്ടായത്, എന്താണ് ശരിക്കും പറ്റിയത്. കേട്ടുകേൾവികൾ അനുസരിച്ചിട്ട് നമ്മൾ ഒരാളെ ജഡ്ജ് ചെയ്യും, അത്രമാത്രം നമ്മൾ ചെയ്യുള്ളൂ. ശരിയാ, അല്ലെങ്കിൽ അങ്ങനെയാ, അപ്പോഴാണോ, ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കും. അപ്പോൾ സമൂഹം ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങളായിരിക്കുന്ന സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന വില്ലേജിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു സംഭവം നടക്കുവാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു സഹോദരൻ ഒരു പോലീസ് കേസിൽ പെടുവാണ്, അല്ലെങ്കിൽ അതൊക്കെ വിരളമായി സംഭവിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഒരു പ്രണയ വിവാഹം നടക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടായിട്ട് നിങ്ങളുടെ വീട് ജപ്തിയാവാൻ പോവാണ്, നിങ്ങളുടെ ബിസിനസ് പൊളിഞ്ഞു പോവാണ്. ഇങ്ങനെ സമൂഹത്തിൻ്റെ ഒരു ക്രൈറ്റീരിയയെ കംപ്ലീറ്റ് ചെയ്യാത്ത തരത്തിൽ നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ ഇനി ഭാര്യയും ഭർത്താവും ഡിവോഴ്സിന് അപ്ലൈ ചെയ്യാൻ പോവാണ്, അഡ്ജസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഉണ്ടായാൽ ഈ സമൂഹം എന്താ ചെയ്യുന്നത്? കുറ്റപ്പെടുത്താണ് ചെയ്യുന്നത്, അല്ലേ? നമ്മളെ വിലയിരുത്തുന്നു, നമ്മളെ കുറ്റപ്പെടുത്തുന്നു. സമൂഹം നമ്മളെ ഒരു റെഡ് വര നമ്മളെ ഇങ്ങനെ വരയ്ക്കും. പിന്നെ നമ്മളെ ജീവിതത്തിൽ എത്രയൊക്കെ മുന്നേറിയാലും, എന്തൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്താലും, എത്ര സക്സസ് നമ്മൾ നേടിയാലും നമ്മളെ വിലയിരുത്തപ്പെടുന്നത് ആ ഒരു ഒറ്റ കാര്യത്തിൽ തന്നെയാണ്. എന്തൊരു അന്യായമായിട്ടാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇത് പത്രോസ് ഒരിക്കൽ തള്ളി പറഞ്ഞു. ഇല്ല, ഞാൻ സാമൂഹികപരമായ ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാനൊരു സാമൂഹികപരമായിട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബമുണ്ട്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ആദ്യം ഒരു കുടുംബത്തെ കണ്ടു. അവരുടെ ഫാമിലിയിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സൊസൈറ്റി അവരെ കുറച്ചൊന്ന് മാറ്റി നിർത്തുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ നേരിട്ട് അവരെ പോയി കണ്ടു. അവരുടെ എല്ലാ ആവശ്യങ്ങളും ഞാൻ കൂടെ നിന്നു. എൻ്റെ ഉള്ളിലുള്ള കർത്താവ് എന്നോട് പറഞ്ഞത്, ഇതിനൊക്കെ വേണ്ടിയാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. കരുണ ലഭിക്കാത്തവരോട് കരുണ കാണിക്കാനാണ്. ഞാൻ എത്ര കിലോമീറ്ററുകൾ വേണമെങ്കിലും നടന്നു പോകും അങ്ങനെയുള്ള കുടുംബത്തിന് വേണ്ടി. ഒരു പെൺകുട്ടി കുറച്ച് ഒരു സ്വഭാവ പ്രത്യേകത ഉള്ള ഒരു പെൺകുട്ടിയാണെന്ന് കാണുമ്പോഴേക്കും അവളെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് പറയില്ല. കാരണം അവളുടെ ജീവിതം ജീവിക്കുകയാണ്. ചിലപ്പോൾ അവളുടെ അറിവില്ലായ്മകൾ ഉണ്ടായിരിക്കും. ഒരു പ്രായമാകുമ്പോൾ മെച്യൂരിറ്റി വെച്ചോളൂന്നേ.
ഞാൻ എന്തിനാണ് അവളെ ജഡ്ജ് ചെയ്യാൻ പോകേണ്ട ആവശ്യം? മഗ്ദലന മറിയമേത്തിനെ ജഡ്ജ് ചെയ്യാൻ പോയിട്ട് ശിക്ഷിക്കാനും ഭൂമിയിൽ തന്നെ തുടച്ചു നീക്കാനുള്ള അധികാരം എൻ്റെ കർത്താവിനുണ്ടായിരുന്നു. കർത്താവ് അത് ചെയ്തോ? എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകരുത് കേട്ടോ. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ ലിറ്ററലി ഓരോ മനുഷ്യനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ യാചിക്കാറുണ്ട്, എന്നോടൊന്ന് ചോദിക്കൂ എന്തുണ്ടായെന്നൊന്ന് ചോദിക്കൂ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത് ചോദിക്കുക, എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്താതെ, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരത്താതെ എന്നൊക്കെ ഞാൻ ഒരു ലിറ്ററലി. അതുമാത്രമല്ല, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ ആരെങ്കിലും കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ പരിശുദ്ധാത്മാവ് എന്നെ അപ്പം തന്നെ വിട്ടുപോണ പോലത്തെ ഒരു അനുഭവമാണ്. ക്ഷമ ചോദിച്ച് ദൈവത്തിന് മുമ്പിൽ ഇരുന്നില്ല എങ്കിൽ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു പരത്തിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ബിഗ് സിന്നാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഗ്രേസ് അപ്പം നമ്മളെ വിട്ടുപോകും. സോ നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. സോ സമൂഹം നമ്മളുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള അവർക്ക് ഇങ്ങനെ ആയിരിക്കണം. ഇപ്പോൾ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും സ്നേഹത്തിലായിരിക്കണം, മക്കളെ നല്ല രീതിയിൽ പഠിക്കണം, അവർ പഠിച്ചൊന്നെങ്കിൽ വിദേശത്ത് പോകണം, അല്ലെങ്കിൽ പഠിച്ച് നല്ലൊരു ജോലി പ്രൊഫഷനിലേക്ക് എത്തണം. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു മകൻ പഠിക്കുന്നു, അവൻ പരാജയപ്പെടുന്നു, അവൻ തോറ്റു പോകുന്നു. അപ്പം സൊസൈറ്റി ഫാമിലിക്ക് പ്രഷർ കൊടുക്കും, താഴെയുള്ളവൻ പഠിച്ചിട്ടില്ലല്ലേ, താഴെയുള്ളവന് പഠിക്കാൻ അറിയത്തില്ലല്ലേ, അവൻ വളരെ വീക്കാന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നു, അപ്പനോട് ചോദിക്കുന്നു, അവർക്ക് പ്രഷർ ഉണ്ടാകുന്നു, അവർക്കും ഈ മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ അത് ബാധിക്കുന്നു. സൊസൈറ്റിയിൽ മകൻ മൂലം അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവാൻ തുടങ്ങുന്നു. പിന്നെ അവർ പതുക്കെ പതുക്കെ സമൂഹത്തിൽ നിന്നും വലിയാൻ തുടങ്ങുന്നു. ഞാൻ കുറേ നാൾ സൊസൈറ്റിയെ നിന്നും മാറി നിന്നിട്ടുള്ള ഒരാളാണ്. സമൂഹത്തിൽ നിന്ന് നമ്മളായിട്ട് അവരെ ഒതുക്കിപ്പാണ്. ഒരു എന്തെങ്കിലും ഒന്ന് നമ്മുടെ വിചാരിച്ചതുപോലെ അല്ല എങ്കിൽ, ഇപ്പോൾ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാമിലിയിൽ നിന്നും വിവാഹമോചനം എന്ന് പറയുന്ന ഒരു തോട്ട് പോലും അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവരെത്ര നരകിച്ചാലും അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് റെപ്യൂട്ടേഷനെ ബാധിക്കും. അത് അവരായിരിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ ഒരു ചർച്ചാ വിഷയമാകും. അതുകൊണ്ട് എന്താണ്, നമ്മൾ അതിൽ തന്നെ നിലനിൽക്കാനായിട്ട് തീരുമാനം. ഞാൻ വിവാഹമോചനത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല, ഞാനത് സമ്മതിക്കുന്നു. പക്ഷെ വ്യക്തിപരമായി നിങ്ങൾ അനുഭവിക്കുന്ന ഒരു സഫറിങ്ങിൽ നിങ്ങളുടേതായ ഒരു ആക്ഷൻ എടുക്കാൻ പോലും കഴിയാത്ത വിധം നിങ്ങളുടെ ജീവിതത്തെ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ പ്രഷർ തന്ന് നിങ്ങൾ നിലനിർത്തുകയാണ്. അതിൻ്റെ നിങ്ങളിത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഈശോ എന്താ ചെയ്യാന്നറിയാം? എൻ്റെ അടുത്ത് വന്നിരിക്കും, ചോദിക്കും, ഇവിടെ എന്താ നിനക്ക് പറ്റിയ, ശരിക്കും എന്താ ഉണ്ടായ, എന്നെ കേൾക്കും. എൻ്റെ കുറവാണ്, എൻ്റെ ആ പറയുന്ന ആ ഒരു തെറ്റിനെ, ഞാനിപ്പോൾ തെറ്റ് ചെയ്തെന്ന് വിചാരിക്കും, ആ തെറ്റിനെ ദൈവം ഒരു വിലയിരുത്തൽ നടത്തും. നീ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക, നീ ഇവിടെയൊക്കെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവാം, നിനക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടാവാം. പരീക്ഷയ്ക്ക് ഒരു കാര്യവും പഠിക്കാൻ പറ്റാത്ത ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു, എന്നിട്ട് നമ്മൾ പരീക്ഷ എഴുതിയത് മാത്രമേ ആളുകൾ അറിയുന്നുള്ളൂ. പരീക്ഷയിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോയി. അപ്പം ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഈ അനുഭവിച്ച സ്ട്രഗിളുകൾ ആളുകൾക്ക് ആ മാർക്ക് പറഞ്ഞത് വെച്ച് നമ്മളെ വിലയിരുത്തുകയാണെങ്കിലോ. ഞാനൊരു മധ്യപ്രദേശിൽ ഒരു സ്ഥലത്ത് ജോലി ചെയ്തതിന് ദൈവം എന്നെ ഒത്തിരി തവണ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും കരുണ കാണിക്കുന്നവരായിരിക്കണം എന്നാണ്. നിങ്ങൾ ഒരു കുടുംബത്തെയും ഒരു വ്യക്തിയെയും ഒരു ബന്ധത്തെയും ഒരു തരത്തിലും ഒരു ഇടപെടലും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ നിന്ന് ഉണ്ടാവരുത്. നിങ്ങളിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഇതിലൂടെയൊക്കെ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. എല്ലാവരും ഈ ഭൂമിയിൽ അവകാശമുണ്ട് ജീവിക്കാൻ. നിങ്ങൾ എത്ര ഇംപെർഫെക്റ്റ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ അല്ല, നിങ്ങൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ ലൈഫിൽ തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആര് തന്നെയാണെങ്കിലും, ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യനാണെങ്കിലും ഏതാണെങ്കിലും പ്രഭൂമിയിലേക്ക് വന്നിട്ടുള്ള ഒരാൾക്ക് ഈ ഭൂമിയിൽ അവകാശമുണ്ട്. അത് മറ്റുള്ളവർ തരുന്നതല്ല. ക്രിസ്തു നിങ്ങളുടെ മനസ്സിനെ മനസ്സിലാക്കുന്ന ഒരാളാണ്. നിങ്ങളൊരു പ്രോബ്ലം പറഞ്ഞാൽ മറ്റുള്ളവർ പറയും നീ ഇതാണ്, നീ അങ്ങനെയാണ്, നിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞാലും കർത്താവ് നിങ്ങളോട് വന്ന് ചോദിക്കുമെന്നേ. അതൊരു അനുഭവമാണ്. ചോദിക്കുക, എന്താ നമ്മളെ പറ്റിയ നമ്മളോട് ചോദിക്കുന്ന ഒരാൾ ചിലപ്പോൾ ദൈവമായിരിക്കും. ഈ സ്പിരിച്വാലിറ്റി ഒക്കെ നമ്മളെ സഹായിക്കേണ്ടത് ഈ ബൈബിളിൽ നിങ്ങളുണ്ട്. ഇസ്രായേൽ ജനം പോകുന്നു, മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ട്. ഈ മറ്റു രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനേക്കാളും വലിയവരാണ്, അല്ലെങ്കിൽ ജനസംഖ്യയിലും വലിയവരുണ്ട്. പക്ഷെ ദൈവം ഒരാളോട് ഇപ്പോൾ ഇസ്രായേൽ ജനം എന്നത് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു സമൂഹത്തോട് ദൈവം എപ്പോഴും ഒരു പ്രത്യേക രീതിയിലാണ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അവരുടെ ശരിയല്ലാതെ ചെയ്ത കാര്യങ്ങളിൽ പോലും ഈശോയ്ക്ക് ഒരു തീരുമാനവും ദൈവത്തിന് ഒരു പ്രത്യേക കരുതലും ഉണ്ട്. ഇപ്പം അബ്രാഹത്തെ വിളിച്ച ദൈവം സമൂഹത്തിനെ നയിക്കാൻ വിളിച്ചിട്ട് അബ്രാഹാം എന്ന് പറയുന്ന ആൾക്ക് പാളിച്ചകൾ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ഏത് പൂർവ്വപിതാക്കന്മാർക്കാണ് പാളിച്ചകൾ പറ്റാത്തത്? പക്ഷെ അതൊക്കെ ഹ്യൂമൻ തിങ് ആണെന്നാണ് ഞാൻ പറയുന്നത്. സോ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. നമുക്കറിയാത്ത കഥകൾ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്, അറിയാത്ത അനുഭവങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിലുണ്ട്.
ഇപ്പം ഞാൻ രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു നിർത്താം. ഞാൻ മധ്യപ്രദേശിൽ പഠിപ്പിക്കാവുന്ന സമയത്ത് ഒരു കുട്ടി എപ്പോഴും ഒരു വൈറ്റ് ഷർട്ടാണ്, വൈറ്റ് കോളർ എന്ന് പറഞ്ഞാൽ ചെളി പിടിച്ച് അഴുക്കെന്ന് പറഞ്ഞാൽ കണ്ടാൽ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിലുള്ള ഒരു വസ്ത്രം ധരിച്ചാണ് വരിക. ഞാൻ എല്ലാ ദിവസവും ഈ കുട്ടിയോട് പറയും ഇതിങ്ങനെ പാടില്ല എന്ന് പറയും. ഞാൻ വിചാരിച്ചത് ഈ കുട്ടി കുറച്ച് കേൾക്കാത്ത കുട്ടിയാണ്, വീട്ടിൽ പോയി പറയുന്നില്ല എന്നൊക്കെയാണ്. ഞാൻ ഡയറിയിൽ എഴുതി കൊടുത്തു, ആരും കാണുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നേ ഇല്ല വേറൊരു കാര്യത്തെക്കുറിച്ച്. കുറെ കഴിഞ്ഞപ്പോൾ ഒരു അധ്യാപിക, ദൈവത്തിന്റെ ഇടപെടലായിരിക്കാം കേട്ടോ, എനിക്ക് ഭയങ്കര വിഷമമായി. ഒരു അധ്യാപിക എൻ്റെ അടുത്ത് പറഞ്ഞു, ആ കുട്ടീനൊന്നും പറയണ്ട കേട്ടോ. ആ കുട്ടി അവള് ഫുഡ് കൊണ്ടുവരുമ്പോൾ ഒരു ചപ്പാത്തിയും സോസും കറിയൊന്നും അവൾ കൊണ്ടുവരില്ല. അപ്പം അവള് ഇങ്ങനെ ഞാൻ കാര്യത്തോടെ ഇങ്ങനെ പറയുമ്പം ആ ടീച്ചർ എന്നോട് പറയണ, അമ്മ ഇല്ല, അപ്പൻ ഏതോ ഒരു സ്ഥലത്ത് ആക്കിയിട്ട് പോയിരിക്കുകയാണ്, അവരാണ് നോക്കുന്നത്, അവർക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് ഈ കൊച്ചിനോട് പെരുമാറുന്നത്. ഇതിൻ്റെ പോഷകാഹാരത്തെക്കുറിച്ചോ ഇതിനൊരു കഴുകി വൃത്തിയാക്കിയ യൂണിഫോം ഇടുന്നതിനെ കുറിച്ചോ ഇതിനൊരു പുസ്തകം വേണ്ടതിനെ കുറിച്ചോ ഒന്നും അവർക്ക് യാതൊരു താല്പര്യമില്ല. ആ കുഞ്ഞ് എങ്ങനെയൊക്കെയാണ്, കുഞ്ഞ് കൊച്ച് നിലയ്ക്ക് പഠിക്കുന്ന കൊച്ച്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ഞാൻ ഈ കുഞ്ഞിനോട് ചിലപ്പോൾ ഇത്തിരി സ്വരം ഉയർത്തി പറഞ്ഞിട്ടുണ്ടാവും, ഇവള് വീട്ടിൽ പോയി പറയാഞ്ഞിട്ടാണെന്ന് വിചാരിക്കും. ഞാൻ അതിന് ശേഷം എങ്ങനെയാണേലും ഓക്കെയാണ്, കുട്ടികളെ എങ്ങനെയാണേലും എനിക്ക് ഓക്കെയാണ്. ഞാൻ പറയുന്ന അവർ അനുഭവിക്കുന്ന പ്രശ്നം എനിക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ? നമ്മൾ അതിനല്ലേ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയുള്ള മനസ്സിനെ വേദനിപ്പിക്കാൻ നമുക്ക് ആരും അനുവാദം തന്നിട്ടില്ലെന്നേ. അവരവരുടെ ജീവിതം ജീവിക്കട്ടെന്നേ, നമ്മൾ നമ്മുടെ ജീവിതം ജീവിക്കട്ടെന്നേ. നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ജീവിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈശോ ഒരിക്കലും ഇങ്ങനെയൊന്നും അല്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പ്രിയമുള്ളവരെ, നമുക്ക് അറിയാത്ത കഥകൾ ചേർന്നതാണ് ഒരു മനുഷ്യൻ. നമ്മളായിട്ട് ആരുടെ ജീവിതത്തിലും ഒരു പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കരുത്. എല്ലാവരോടും കരുണയോടുകൂടെ പെരുമാറണം. നിങ്ങളുടെ ശത്രുക്കളോടും നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരോടും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കുടുംബം സമൂഹത്തിൽ ഒറ്റപ്പെടാൻ ക്രിസ്ത്യാനി അനുവദിക്കാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ ആശയം അതല്ല. ഒരു വ്യക്തി സമൂഹത്തിൽ ഒറ്റപ്പെടാൻ ക്രിസ്തുവിനെ അറിയുന്നവൻ അനുവദിക്കാൻ പാടില്ല. ക്രിസ്തുവിൻ്റെ ആശയം അതല്ല. ഏറ്റവും മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നും ശിഷ്യന്മാരെ സ്വീകരിച്ചൊരു കർത്താവാണ് നമുക്കുള്ളത്. നിങ്ങളുടെ ആ ഭാഗത്തെ ഏറ്റവും ദരിദ്രമായ കുടുംബത്തെ നമുക്ക് പരിചയം ഉണ്ടായിരിക്കണം. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാനുള്ള കടമ നമുക്കുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഈ ഒരുപാട് പേർക്ക് നീ ഒരുപാട് നന്മ കൊടുക്കുന്നു, ഒരുപാട് പേർക്ക് നീ ദാരിദ്ര്യം കൊടുക്കുന്നു, ഇതെങ്ങനെ മാച്ചായി പോകും? ഈ ഉള്ളവനിൽ നിന്നും ഉള്ളവനെ പ്രചോദിപ്പിക്കാനേ കർത്താവിന് പറ്റൂ. നിന്റെ ഉത്തരവാദിത്തമാണ് നീ ദരിദ്രനെ നോക്കേണ്ടതെന്ന്. ദൈവത്തെ സംബന്ധിച്ച് സമ്പന്നനായ ഒരു മകനാണ് ദരിദ്രനും മകനാണ്. ഒരു മകനോട് പറയാം, എടാ നിന്റെ കയ്യിലുണ്ടല്ലോ, നിനക്ക് കഴിവുകളുണ്ടല്ലോ, അവന് അതിനുള്ള സാഹചര്യമില്ലടാ, നീ കൊടുക്കുക എന്ന് പറയണം. ഒരു ധനികന്റെ ഉത്തരവാദിത്തമാണ് ദരിദ്രനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ കടമയാണ്, നമ്മുടെ ഔദാര്യമല്ല അത്. നിങ്ങളൊരാൾക്ക് 500 രൂപ കൊടുക്കുന്നത് ഒരു ഔദാര്യമല്ല. അപ്പൊ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ സ്പിരിച്വാലിറ്റിയിൽ അതാണ് പറയുക. സത്യസന്ധമായി ഞാൻ പറയാം, ദൈവം അതാണ് പറയുക. നിങ്ങളുടെ കടമയാണ്
ഇല്ലാത്തവന് കൊടുക്കുക. അതിനു വേണ്ടിയാണ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അത് അറിവായിരിക്കാം, കഴിവായിരിക്കാം, പണമായിരിക്കാം. നിങ്ങളുടെ ഇല്ലാത്തവനെ കൂടെ ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കരുണ കാണിക്കാൻ പഠിക്കണം. ഈശോയെ അറിയുകയും കരുണ കാണിക്കാൻ കഴിയുകയും ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഈശോ വേറെ ആരോ ആണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ മനസ്സിലാക്കിയ ഈശോ വേറെ ആരോ ആണ്. എന്നെ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരും കരുണ എന്നിൽ നിന്നും ഒഴുകണം. എന്നെ കണ്ടുമുട്ടുന്ന എല്ലാ മനുഷ്യരെയും എന്നിൽ നിന്നും സ്നേഹം അനുഭവിക്കണം. ഞാൻ ആരെയും മുറിപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളല്ലാതെ ശല്യം ചെയ്യുന്നവരിൽ നിന്ന് ഞാനും ഓടി മാറുന്ന ഒരാളാണ്. കാരണം എനിക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. പക്ഷെ എൻ്റെ കരുണയ്ക്ക് വേണ്ടി ഒരു കുടുംബം ഞാനായിരിക്കുന്ന സമൂഹത്തിലുണ്ടെങ്കിൽ, എൻ്റെ കൺസിഡറേഷന് വേണ്ടി, ഞാൻ വാല്യൂ ചെയ്യുന്നതിന് വേണ്ടി, എൻ്റെ സ്നേഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഞാനൊന്ന് ഇപ്പം ഞാനൊക്കെ ഡിപ്രഷനിലിരുന്ന സമയത്ത് എന്നെ ഇങ്ങനെ ഒരാൾ നോക്കി ചിരിച്ചത് തന്നെ എന്നെ കൺസിഡർ ചെയ്തു. എനിക്ക് പിന്നെ ഒരാഴ്ച കാലത്തേക്ക് എനിക്ക് വേറെ ഒരു ഡോപ്പമൈൻ്റെയും ഹാപ്പി ഹോർമോണിൻ്റെ ആവശ്യമില്ല. ഒരൊറ്റ ചിരി മതിയായിരുന്നു. നിങ്ങൾക്ക് ഒരുപാട് പേരെ സൗഖ്യപ്പെടുത്താൻ കഴിയും. നിങ്ങൾക്ക് ഒരുപാട് പേരെ ശക്തിപ്പെടുത്താൻ കഴിയും. ഒരുപാട് പേരെ സുഖപ്പെടുത്തി അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. സോ കരുണയുള്ളവരായിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.